ഹലോ സുഹൃത്തുക്കളെ, നമ്മൾ ഇന്ന് പറയുന്ന വീഡിയോ ഒരു അണ്ടർഗ്രൗണ്ട് ടാങ്കിൻ്റെ ബേസ് ലാബ് വരെയുള്ള കോൺക്രീറ്റിന് വേണ്ട കാര്യങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. ആദ്യമായി അതിൻ്റെ ബേസ് ലാബ് നമ്മൾ PCC ചെയ്യുന്നതിന് പകരമായി സോളിഡ് ബ്ലോക്ക് നിരത്തി പ്ലാസ്റ്റർ സിമെൻറ്റ് കൊണ്ട് ഫില്ല് ചെയ്ത് നമ്മൾ ബേസ് ലാബ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അതിനുശേഷം അതിൻ്റെ ഉള്ളിലുള്ള കണക്റ്റഡ് ബീമുകളെല്ലാം നമ്മൾ സ്റ്റീൽ വർക്കുകൾ ചെയ്തതും കാണാൻ പറ്റുന്നതാണ്. ഇത് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെന്ന് പറയുന്ന ഇതിൻ്റെ ബേസ് ലെവല് കറക്റ്റായിട്ട് ലെവൽ കൊടുക്കണം. ഇൻസ്ട്രുമെൻ്റ് അല്ലെങ്കിൽ വാട്ടർ ലെവലോ വെച്ചിട്ട് ബീമുകളെല്ലാം കറക്റ്റായിട്ട് സ്ട്രക്ചറൽ ഡിസൈൻ പ്രകാരം അതിനകത്ത് പൈൽ ക്യാപ്പുകളോ ഫൗണ്ടേഷൻ വേറെ എന്തെങ്കിലും ഡീറ്റെയിലോ വരികയാണെങ്കിൽ അതും നമ്മൾ ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ അതിൻ്റെ സൈഡിൽ നമ്മൾ കാണുന്നത് അതിൻ്റെ ബാക്കി കണ്ടിന്യൂസ് ആയിട്ടുള്ള അതിൻ്റെ ടാങ്കിൻ്റെ അപ്പർ ലെവലിലുള്ള ഭാഗങ്ങളാണ്, അതിൻ്റെ ലെവൽ ചെയ്യുന്ന ഭാഗങ്ങളാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ബേസ് ലാബ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഒന്നെങ്കിൽ 148 പ്ലെയിൻ സിമെൻറ്റ് കോൺക്രീറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഇതുപോലെ ഞാനിപ്പോൾ കാണിച്ചിരിക്കുന്നത് പോലെ സോളിഡ് ബ്ലോക്ക് നിരത്തി സിമെൻറ്റ് ചെയ്യാം. അതിനുശേഷം നമ്മൾ അതിൻ്റെ റീൻഫോഴ്സ്മെൻറ്റ് വർക്കുകളാണ് ചെയ്യുന്നത്, അതിൻ്റെ മേളിലുള്ള ബേസ് ലാബിൻ്റെ റീൻഫോഴ്സ്മെൻറ്റ്. ഇപ്പോൾ ഇവിടെ ചെയ്തിരിക്കുന്നത് 12 mm ഡയമീറ്ററുള്ള സ്റ്റീല് ടോപ്പ് ലെയറായിട്ടും 10 mm ഡയമീറ്ററുള്ള സ്റ്റീല് ബോട്ടം ലെയറായിട്ടുമാണ് ഇവിടെ ലേ ചെയ്തിരിക്കുന്നത്. കൂടാതെ അതിൻ്റെ ഇൻറ്റേർണൽ പാർട്ടീഷൻ വാളുകളുടെ റീൻഫോഴ്സ്മെൻറ്റുകളും നമ്മളിവിടെ ലേ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിപ്പോൾ ബേസ് ലാബാണ് ഈ കെട്ടിക്കൊണ്ടിരിക്കുന്നത്. ബേസ് ലാബ് കെട്ടിയതിന് ശേഷം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ കവർ ഗ്രൗണ്ട് ലെവലിലായതുകൊണ്ട് 50 mm കവർ, അതുപോലെ തന്നെ സൈഡ് വാളിൻ്റെ കവറുകളും അതേപോലെ തന്നെ എർത്ത് സർഫസുമായിട്ട് ടച്ച് ചെയ്യുന്ന ഭാഗങ്ങൾ 50 mm കവറാണ് കൊടുക്കുന്നത്. ടോപ്പ് സർഫസിൽ ഇൻറ്റേർണൽ ആയതുകൊണ്ട് 30 mm കവറാണ് നമ്മൾ കൊടുക്കുന്നത്. ഇപ്പോൾ ഇവിടെ ബേസ് ലാബിൻ്റെ റീൻഫോഴ്സ്മെൻറ്റ് ഫുള്ളായിട്ട് കെട്ടിക്കഴിഞ്ഞു. അതുപോലെ തന്നെ റീറ്റൈനിങ് ഷിയർ വാൾ എക്സ്റ്റേണൽ വാളിൻ്റെ റീൻഫോഴ്സ്മെൻറ്റും കെട്ടിയിട്ടുണ്ട്. പിന്നെ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ സ്ലാബും വാളും നമ്മൾ 2 സ്റ്റേജായിട്ടാണ് കാസ്റ്റ് ചെയ്യുക. അപ്പോൾ അതിന് വാട്ടർ സ്റ്റോപ്പർ വെക്കേണ്ടതുണ്ട്. അപ്പോൾ പല ടൈപ്പിലുള്ള വാട്ടർ സ്റ്റോപ്പർ ഇപ്പോൾ അവൈലബിൾ ആണ്. നമ്മളിവിടെ വെച്ചിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റബ്ബർ വാട്ടർ സ്റ്റോപ്പറാണ്, റബ്ബറൈസ്ഡ് വാട്ടർ സ്റ്റോപ്പറാണ് വെച്ചിരിക്കുന്നത്. 200 mm അതായത് 20 cm വിഡ്ത്തുള്ള വാട്ടർ സ്റ്റോപ്പറാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ആ ബേസ് ലാബിൻ്റെ ടോപ്പ് ലെവർ കമ്പി കെട്ടിയതിന് ശേഷം അതിൻ്റെ മേളിൽ നമ്മൾ ഹുക്ക് ഉപയോഗിച്ചോ അല്ലെങ്കിൽ ഒരു സ്ട്രെയിറ്റ് റാഡ് വെൽഡ് ചെയ്ത് ടാക്ക് ചെയ്ത് പിടിപ്പിച്ചതിന് ശേഷം അതിൽ ബൈൻഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. നമ്മളിവിടെ ഒരു ഹുക്ക് ഇട്ടിട്ട് പിടിപ്പിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ അതിനകത്ത് നോക്കിയാൽ കാണാം, ആ കറുത്ത് കാണുന്നതാണ് ആ വാട്ടർ സ്റ്റോപ്പർ. അത് ത്രൂ ഔട്ട് ദ പെരിമീറ്റർ, ഔട്ടർ പെരിമീറ്ററിലാണ് നമ്മളത് ഫിറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ അടുത്ത സ്റ്റേജ് എന്ന് പറയുന്നത് ഇതിൻ്റെ ബീമുകളെല്ലാം ശ്രദ്ധിക്കണം. അതിനകത്ത് കോളംസ് എന്തെങ്കിലും വരുന്നുണ്ടെങ്കിൽ അതെല്ലാം നമ്മൾ സെറ്റ് ചെയ്യണം. അതുപോലെ തന്നെ ഔട്ടർ സൈഡിൽ കാണുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാട്ടർ ടാങ്കിൻ്റെ തന്നെ പല ടാങ്കുകളുണ്ട് ഇതിനകത്ത് നമ്മൾ റോ വാട്ടർ ഉണ്ട്, റെയിൻ വാട്ടർ ഉണ്ട്, അങ്ങനെ ഓരോ സെപ്പറേറ്റ് പാർട്ടീഷൻസാണ്. ഈ പാർട്ടീഷൻസ് എല്ലാം പല ലെവലുകളിലായിട്ടാണ് നമ്മളിവിടെ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് വേറൊരു കാര്യം ശ്രദ്ധിക്കാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ഫയറിൻ്റെ ഒരു ടാങ്ക് കൂടിയുണ്ട്, ഫയർ ടാങ്ക് ഉണ്ട്. അപ്പോൾ ഫയർ ടാങ്ക് ഉള്ളത് കൊണ്ട് ഒരു പമ്പ് റൂം ഉണ്ടാവും, നെഗറ്റീവ് സെക്ഷൻ ആയതുകൊണ്ട് ഒരു പമ്പ് റൂം ഉണ്ടാവും. അപ്പോൾ ആ പമ്പ് റൂമും നമ്മൾ ചെയ്യേണ്ടതുണ്ട്. അടുത്തത് കോൺക്രീറ്റിൻ്റെ പമ്പ് വന്നു കഴിഞ്ഞു. കോൺക്രീറ്റിൻ്റെ പമ്പ് നമ്മൾ സെറ്റ് ചെയ്യണം. കോൺക്രീറ്റിൻ്റെ പമ്പ് സെറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് നമ്മൾ ടാങ്കിലേക്ക് കോൺക്രീറ്റ് എത്താനുള്ള പൈപ്പ് ലൈൻ വർക്കുകൾ ആദ്യം സെറ്റ് ചെയ്യണം. അതുപോലെ തന്നെ അതിൻ്റെ പമ്പ് ഇപ്പോൾ കാണുന്നത് നമ്മൾ പൈപ്പ് ലൈൻ സെറ്റ് ചെയ്യുന്ന ഒരു മെത്തേഡാണ്. പൈപ്പ് ലൈൻ സെറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കാനുള്ളതെന്ന് പറഞ്ഞാൽ സ്ട്രെയിറ്റ് ലൈനായിട്ട് കുറഞ്ഞ ഡിസ്റ്റൻസിൽ, അതായത് പമ്പ് ചെയ്യാനുള്ള മിനിമൈസ് ഡിസ്റ്റൻസാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അത് അന്നേരം ഈസി ആയിട്ട് പമ്പ് ചെയ്യാനുള്ള സംവിധാനങ്ങളുണ്ട്. പിന്നെ ഇതിനകത്ത് നമ്മൾ പമ്പ് ചെയ്യുന്നതിന് മുമ്പായിട്ട് ശ്രദ്ധിക്കേണ്ട 2-3 കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ സ്ലംബ് ടെസ്റ്റ് ചെയ്യണം. സ്ലംബ് നമ്മൾ നേരത്തെ ഒരു വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. നമ്മുടെ ചാനലിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ കഴിയുന്നതാണ് സ്ലംബ് എങ്ങനെയാണ് ചെക്ക് ചെയ്യുന്നതെന്നും എത്രയാണ് സ്ലംബ് വേണ്ടതും എന്ന് പറയുന്നൊരു വീഡിയോ ഉണ്ട്. അതുപോലെ തന്നെ കോൺക്രീറ്റ് നമ്മൾ റെഡിമിക്സ് വാങ്ങുമ്പോൾ ആ കോൺക്രീറ്റിൻ്റെ ക്യൂബ് എടുക്കുന്നതും ക്യൂബിൻ്റെ കംപ്രസീവ് സ്ട്രെങ്ത് ടെസ്റ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് ആ വീഡിയോയും നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ട്. നമ്മുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുകയും അത് നോക്കുകയും ചെയ്ത് കഴിഞ്ഞാൽ കാണാൻ പറ്റുന്നതായിരിക്കും അതിൻ്റെ എല്ലാം ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോകൾ. ഇപ്പോൾ നമ്മൾ UG ടാങ്കിൻ്റെ ബേസ് ലാബ് കോൺക്രീറ്റ് ചെയ്യുന്ന ഒരു സൈറ്റിലുള്ള ഡീറ്റെയിൽഡ് വീഡിയോയാണ് ഇപ്പോൾ ഇത് നമ്മൾ കാണിക്കുന്നത്. അപ്പോൾ ഈ വീഡിയോയിൽ ഇപ്പോൾ സ്ലംബ് നിങ്ങൾ നോക്കുന്നതിൻ്റെ ഡീറ്റെയിലൊക്കെ അതിനകത്ത് കാണിച്ചിട്ടുണ്ട്, ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് അതിനകത്ത്. അപ്പോൾ അതിനകത്ത് എത്ര വേണം, പമ്പ് ചെയ്യുന്ന ഒരു കോൺക്രീറ്റ് ആണെങ്കിൽ സ്ലംബ് എത്ര വേണം, നമ്മൾ കൺവെൻഷനലായിട്ട് സൈറ്റിൽ സൈറ്റ് മിക്സ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ സ്ലംബ് എങ്ങനെയാണ് എന്നുള്ളതിൻ്റെ ഡീറ്റെയിലൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിവിടെ ഇപ്പോൾ റെഡിമിക്സ് ആണ് ചെയ്യുന്നത്. അപ്പോൾ ഇൻ്റഗ്രൽ വാട്ടർ പ്രൂഫിംഗ് കോമ്പൗണ്ട് ഉണ്ട്. നമ്മൾ അണ്ടർഗ്രൗണ്ട് സ്ട്രക്ചർ ആയതുകൊണ്ട് അപ്പോൾ ഇൻ്റഗ്രൽ വാട്ടർ പ്രൂഫിങ്ങിൻ്റെ ഒരു കമ്പോണൻറ്റ് ഇതിനകത്ത് നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട്. ആ ആഡ് ചെയ്യുന്നതാണ് ഈ കാണുന്നത്.
അതിനുശേഷം ഡയറക്റ്റായിട്ട് പമ്പിലേക്ക് പോർ ചെയ്യുന്നു. പമ്പിൽ നിന്ന് നമ്മൾ പൈപ്പ് ലൈൻ വഴി നമുക്ക് വേണ്ട ഏരിയയിലേക്ക് പമ്പ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ പമ്പ് ചെയ്ത് അതുപോലെ കോൺക്രീറ്റ് പോർ ചെയ്തതിന് ശേഷം ലെവൽ ചെയ്ത് പെർഫെക്റ്റായിട്ട് നമ്മൾ ലെവൽ കറക്റ്റായിട്ട് അതിൻ്റെ ബേസ് സ്ലാബ് കംപ്ലീറ്റ് ചെയ്യുകയാണ്. അപ്പോൾ ഈ വീഡിയോ ഉപകാരപ്പെടുകയാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, അല്ല മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നമ്മൾ സിവിൽ എഞ്ചിനീയറിംഗുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വീഡിയോകളാണ് നമ്മുടെ ചാനലുകളിൽ നമ്മൾ കൂടുതലായി അപ്ലോഡ് ചെയ്യുന്നത്. എല്ലാവരും അത് ഡീറ്റെയിൽ എല്ലാം കാണുന്നതിന് വേണ്ടി ശ്രമിക്കുക. ഓക്കെ, താങ്ക്